അവളുടെ ഇന്റർവ്യൂ ഞാൻ വളരെ കൗതുകത്തോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു 20 വയസ്സുകാരിയോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ആത്മാക്കളെ കണ്ടു, അത് സെൻസ് ചെയ്തു എന്നൊക്കെ. എങ്ങനെയാണ് സുഹാസിനിക്ക് ഇങ്ങനൊരു ഇതുപോലെ ആത്മാക്കളെ സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് സാറ് മനസ്സിലാക്കുന്നത്? പിറ്റേ ദിവസം ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രാണം പോവുകയാണ്. ഈ ചടങ്ങ് നടക്കുന്നതും ഇദ്ദേഹത്തിന്റെ പ്രാണം പോവുകയാണ്. എല്ലാ സോളും ഒന്നും എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അത് ഞാനൊരു മീഡിയ അല്ല, തെരേസ മേമിനെ പോലെ ഞാനൊരു മീഡിയ അല്ല. ആരും ഒന്നും വിചാരിക്കും. ഈ അമ്മമ്മയുടെ ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷം അവർക്ക് പഠിത്തത്തിൽ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു എന്ന് അവൾ പറയുന്നു. എല്ലാവരും ലോജിക്കില്ല, പക്ഷേ ജീവിതം കൊണ്ട് ബ്ലെസ്ഡ് പെൺകുട്ടികളാണ്. ജീവിതം കൊണ്ട് കാര്യം എന്താണെന്നറിയാം, അവര് ഈ ദൈവത്തിന്റെ ഇതിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷനിലാണ് പെൺകുട്ടികളുള്ളത്. ശ്രീനിവാസ് പൈ സാർ, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ അബാക് മീഡിയക്ക് വേണ്ടി എടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു 20 വയസ്സുകാരി സുഹാസിനി ആർമല്യ, അങ്ങയുടെ ശിഷ്യയാണെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ശിഷ്യയല്ല, ശരിക്കും അവളെന്റെ അനന്തരവളാണ്. ഓക്കെ, അങ്ങയുടെ മോളാണ്. അവളുടെ ഇന്റർവ്യൂ ഞാൻ വളരെ കൗതുകത്തോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു 20 വയസ്സുകാരിയോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ആത്മാക്കളെ കണ്ടു, അത് സെൻസ് ചെയ്തു എന്നൊക്കെ ഒരുപാട് പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അവൾ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. തീർച്ചയായിട്ടും അവൾ അത് പറയുമ്പോ അതില് വേറൊരു എന്താ പറയാ, വേറൊരു ഫീലാണ്. അവളത് ഞാൻ ഇങ്ങനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞ വലിയൊരു സംശയമുണ്ട്. എങ്ങനെയാണ് സുഹാസിനിക്ക് ഇങ്ങനൊരു ഇതുപോലെ ആത്മാക്കളെ സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് സാറ് മനസ്സിലാക്കുന്നത്? അല്ല, സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്ന ഒന്ന് അവള് ലോജിക്കലി തിങ്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ അതിന്റെ കീഴെ വന്ന് കുറെ പേര് കമന്റ് ഇടുന്നുണ്ട്. ഇപ്പൊ മാം കുറച്ചു നേരം ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് അവളോട് സംസാരിച്ചിട്ടുണ്ട്. അവളുടെ വ്യക്തിത്വം എന്താണെന്ന് മാമിന് മനസ്സിലായി അല്ലെ? ഇന്റർവ്യൂവിൽ അവൾ അവളുടെ അനുഭവങ്ങൾ പറയാണ്. പക്ഷെ അവൾ ഇതിൽ അന്ധമായി വിശ്വസിക്കുകയോ സംസാരിക്കുന്ന ഒരു കുട്ടി. അവളുടെ അനുഭവങ്ങളാണ് അവൾ പറയുന്നത്. അവൾക്ക് അനുഭവങ്ങൾ കിട്ടി, അത് സോളാണെന്ന് എന്ന് പറഞ്ഞാൽ അതാണത്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു അവസ്ഥയാണ്. പക്ഷെ അവള് പെട്ടെന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അവളൊരു അമ്പലവാസിയല്ല. ഇപ്പൊ ഞങ്ങളുടെ ബ്രാഹ്മൺ സമുദായത്തിലാണെങ്കിലും അന്ധമായ ഈശ്വരവിശ്വാസം അങ്ങനെയൊന്നുള്ള ഈശ്വരവിശ്വാസമുണ്ട്. അവൾക്ക് അവളുടേതായ രീതിയിൽ ദിനചര്യകളുള്ള ആളാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഒരാൾ പറഞ്ഞാൽ ഉടനെ വിശ്വസിക്കുന്ന ഒന്നുമല്ല. അപ്പൊ അവൾ എന്താ വെച്ചാൽ അവളുടെ അമ്മ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മയുടെ അച്ഛൻ ഈ മരണപ്പെടാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പോണമെന്നായിട്ട് പ്രാണം പോകുന്നില്ല. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത് ശ്രീനിവാസനോട് ചോദിക്കാൻ പറയും. അപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്യാണ്. ഞാനപ്പോൾ തൃശ്ശൂരാണ്. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഉണ്ടെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അമ്പലത്തിലെ ഒരു ചടങ്ങ് നടത്തേണ്ടതായിരുന്നു. ഒരു ഫാമിലി അത് നടത്താൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ ഞങ്ങളുടെ അമ്പലങ്ങളിലെ ഇതിന് ഈ ചടങ്ങ് നടത്തുന്ന യജമാനൻ ഒരു വെള്ളി ദണ്ഡുമായിട്ട് നടക്കും. അതൊരു ആചാരമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതൊരു പ്രൗഢിയാണ്. അതൊരു ദേവനോടുള്ള സേവ. അത് രണ്ടുപേര് ദേവസ്വത്തിന് വേണ്ടി ഒരാളെടുക്കും ഈ ചടങ്ങ് നടത്തുന്നത്. അത് ഞങ്ങളുടെ അമ്പലങ്ങളിൽ മാത്രം കേട്ടോ, ഞങ്ങളുടെ അമ്പലങ്ങളിൽ. അപ്പൊ അത് ഒരു കല്യാണോത്സവം എന്നുള്ളൊരു ചടങ്ങായിരുന്നു. അപ്പൊ അത് നടത്താൻ തീരുമാനിച്ചു. ലാസ്റ്റ് ഇദ്ദേഹത്തിന്റെ പേര് അതിൽ നിന്ന് ഔട്ടായി. ഇത് മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ അമ്പലത്തിൽ ഈ വെള്ളിവടി എടുക്കുന്ന ചടങ്ങ് ചീട്ടാക്കി. രാവിലെ പൊങ്കൽ പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ധനുമാസത്തിലെ മറ്റായിരുന്നത് സംഭവം. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വഴിപാട് നടന്ന ദിവസം ഈ ചീട്ട് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇതാണ് ബോധമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് പറയുക ഇത് ചീട്ടാക്കിയിട്ടുണ്ട്, നാളെ രാവിലെ നടക്കുന്നു എന്ന് പറയുക. നിങ്ങളുടെ കൂട്ടുകാരൻ ഇന്ന ആളാണ്, ദിൻകർ ഭട്ട് എന്ന് പറഞ്ഞ ആരുമാണ് ആ വടി പിടിച്ചത്. അദ്ദേഹമായിട്ട് ഭയങ്കര ആത്മബന്ധമുള്ള ആളായിരുന്നു. പിറ്റേ ദിവസം ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രാണം പോവുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രാണം പോവുകയായിരുന്നു. സത്യം അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സോള് പല വിധത്തിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ തരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഈ മെഡിറ്റേഷൻ അതൊക്കെ ആ രീതിയിലൊക്കെ ആയി ഈ സോള് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇവരുടെ പല ആൾക്കാരുടെയും ലൈഫിനകത്ത് പല ചേഞ്ചസ് വന്നു. അവളുടെ അമ്മയുടെ ആണെങ്കിലും വല്യമ്മമാരുടെയൊക്കെ ലൈഫിൽ ചേഞ്ചസ് വന്നപ്പോൾ ഇവർക്ക് സോൾ പ്രസൻസ് വന്നു. ഇപ്പൊ അവളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഷോക്കേസ് ഇങ്ങനെ അടിക്കുന്ന പോലെ, അല്ലെങ്കിൽ അത് ഫീലായി എന്ന് പറയുമ്പോൾ നിഴല് കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ പറയുന്ന സമയത്ത് അപ്പൊ ഇവള് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മൂമ്മനെ കാണാൻ പറ്റുമോ? ചേട്ടാന്ന് അവൾ എന്നെ വിളിക്കുന്നത്, അമ്മാവന്ന് വിളിക്കുകയല്ല, ചേട്ടാന്നാ വിളിക്കുന്നത്. ചേട്ടാ എനിക്ക് എൻ്റെ അമ്മൂമ്മനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോ രണ്ടാണ്. ഒന്ന്, ഇതുണ്ടോന്ന് അവൾക്ക് അറിയണം, അവള് വിശ്വസിക്കുന്നത്. അവളുടെ അമ്മ പറയണത് ശരിയാണോന്ന് അവൾക്കും അനുഭവിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റുകയില്ല. കാര്യം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവര് കൂടി ആഗ്രഹിക്കണം. മനസ്സിലായി? അപ്പോ അവളുടെ അപ്പൂപ്പന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനും ഇതുപോലെ തന്നെ കിടക്കാണ്ട് ഈ പ്രാണം പോകാണ്ട് വന്ന സമയത്ത് എന്താണെന്ന് നോക്കി. അന്ന് ഞാൻ കൊച്ചി ജോലി ചെയ്യാണ് 2008-2009 കാലഘട്ടത്തിൽ. അപ്പോൾ നോക്കിയപ്പോഴത്തെ അദ്ദേഹത്തിന് തിരുപ്പതിയിൽ ഒരു വഴിപാടുണ്ടായിരുന്നു. പിന്നെ ആ വഴിപാടെടുത്ത് വെച്ചതിന് ശേഷം
അത് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രാണം പോകുന്നത്. അദ്ദേഹത്തിന്റെ കാല് നിവരുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സോളും ഈ ഇവളുടെ അമ്മയുടെ അച്ഛന്റെ സോള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതും സോള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എല്ലാ സോളും ഒന്നും എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അത് ഞാനൊരു മീഡിയ അല്ല, തെരേസാ മേമിനെ പോലെ ഞാനൊരു മീഡിയ അല്ല, ആരും ഒന്നും വിചാരിക്കരുത്. ഇവര് എൻ്റെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കൊണ്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരുടെ വീട്ടിൽ ഇവർ വാടകയ്ക്കാണ് നിൽക്കണം. ഇവർക്ക് സ്വന്തം വീടൊന്നുമില്ല. അച്ഛനൊരു ഇത് ഇപ്പൊ അവള് പറയുമ്പോൾ മുകളിലത്തെ നില താഴത്തെ നില എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എല്ലാ സൗകര്യമുള്ള കുട്ടിയാണെന്നല്ല. അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത്, അവളുടെ അമ്മയ്ക്കൊരു ചെറിയ കടയാണ്, അച്ഛനൊരു എറണാകുളത്തൊരു ചെറിയ ഫ്ലാറ്റിൽ അവിടെ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഫാമിലിയാണ് അവർ. അപ്പോൾ ഒരു വീടിന്റെ താഴത്തെ ഒരു റൂമുണ്ട്, മുകളിൽ ഒരു അടുക്കള, അങ്ങനെയുള്ളതിലാണ് അവർ താമസിക്കുന്നത്. മുകളിലാണ്. അപ്പൊ സാധാരണ ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ എവിടെയെങ്കിലും പോയാൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യും. ഇവർ ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യണത് ഇവളുടെ റൂമിൽ ഇരുന്നുണ്ട്. അവിടെ ഒന്ന് എനർജി കണക്ട് ആവുന്നുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ അവിടെ മെഡിറ്റേഷൻ ചെയ്ത് അപ്പൊ ഞാനൊന്നും പറയില്ല, ചെയ്തു എന്നൊന്നും പറയാറില്ല. അല്ല, ഇവക്കറിയില്ല മെഡിറ്റേഷൻ ചെയ്യുന്നത് ഇതാണെന്നൊന്നും ഇവക്കറിയില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇവക്ക് പതുക്കെ ഇവക്ക് തന്നെ സെൻസ് ആകുകയായിരുന്നു അമ്മുമ്മയുടെ ആ ഒരു ഇതാണ്. അമ്മുമ്മ നിൽക്കുന്ന പോലുള്ള ഒരു ഫീല്. കാര്യം അമ്മുമ്മേനെ കെട്ടിപ്പിടിച്ചുറങ്ങിയ കുട്ടി, മനസ്സിലായോ? ആ അമ്മുമ്മ തൊട്ടടുത്ത് ഉണ്ടാകുമ്പോഴത്തേക്കും കണ്ണടച്ച് കിടന്നാലും അത് അമ്മുമ്മയാണെന്ന് അറിയുന്നൊരു ഫീലുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അങ്ങനെ ഒരു പെൺകുട്ടികൾക്ക് അത് പ്രത്യേകിച്ച് കിട്ടും. ആൺകുട്ടികൾക്ക് അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഒരിക്കലും വരണമെന്നില്ല, അപൂർവം ചിലർക്കേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ അവർക്ക് ഫീൽ കിട്ടി തുടങ്ങി. അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കും മനസ്സിലായി, അങ്ങനെ ഇവക്ക് കണക്ഷൻ വന്നു. അമ്മുമ്മയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവൾ ഇതിൽ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അവളുടെ പേഴ്സണൽ ലൈഫിൽ അവൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ അവൾക്ക് നടന്നു തുടങ്ങി. അവള് പറയണ 10th-ലും +2-ലും അവൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. കേവിലാണ് പഠിച്ചത്, പോർട്രസ്റ്റ് കേവിലാണ് അവൾ പഠിച്ചത്. അപ്പൊ അവളെ ഇത് ചെയ്യാൻ ഡിസ്റ്റന്റ് റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ. ഇപ്പോഴാണ് ഇത്രയും ക്ലോസ് ആയിരിക്കുന്നത്. അപ്പൊ അവളെ വൺ ഗേൾ ചൈൽഡ് ആയതുകൊണ്ട് അവളെ അവിടെ ചേർക്കാൻ പറഞ്ഞത് ഞങ്ങളുടെ മക്കൾ കേവിലായിരുന്നു. അപ്പൊ അവളെയും ചേർക്കാൻ പറഞ്ഞ് പോർട്രസ്റ്റ് കേവിൽ അവൾക്ക് കിട്ടി. അവളെ കന്യാസ്വാമിയായിട്ട് ശബരിമലയിൽ കൊണ്ടുപോയത് ഞാനാണ്, അവളെ അച്ഛനെയും. അങ്ങനെ എന്തോ ഒരു റിലേഷൻ അവളുമായിട്ട്, ആ സോളുമായിട്ട് എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് ഇതവക്ക് കിട്ടിത്തോണം. അപ്പൊ അവിടെ പഠിത്തത്തില് ഇപ്പൊ പണ്ടൊക്കെ അച്ഛൻ കുറ്റം പറയായിരുന്നു എന്നാ പറയുന്നത്, പഠിക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, ഞാൻ അവര് സ്ട്രഗിൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോ ഇതിന് ശേഷം ഈ അമ്മമ്മയുടെ ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷം അവർക്ക് പഠിത്തത്തിൽ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു എന്ന് അവള് പറയുന്നുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ഇതിൽ അവള് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് അവരുടെ ലാസ്റ്റ് യുവജനോത്സവം ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുക. A ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന് മുമ്പത്തെ വർഷം വരെ അതില്ലായിരുന്നു. ഏതെങ്കിലും ഇവരുടെ ഇതില് A ഗ്രേഡ് കൊടുത്തു. അതും ഇത് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞാൽ മറ്റേ റിസൾട്ട് ഇട്ടത്. കാര്യം അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് ഇവരുടെ സ്കിറ്റ് നടന്നത്. അപ്പൊ അതൊക്കെ അവൾക്ക് ഭയങ്കര അതിശയങ്ങളാണ്. പക്ഷെ അതിനകത്തും കുറെ ആൾക്കാർ അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നുണ്ട്. ഇവര് പറയുന്നുണ്ട് മെന്റലാണ്, ഇതാണ്. ഈ പറയുന്നവർക്കാണിത്. അതിനകത്ത് ഒരു സർനെയിം എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് എന്താണ്, വിഷമം തോന്നിയത്, ഞങ്ങൾക്ക് കുറെ സർനെയിം ഉണ്ട്, കമ്മത്ത്, പ്രഭു, പൈ, ഷേണായി, മല്ലൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സർനെയിമുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ മധ്യവയസ്കൻ അതിനകത്ത് കമന്റ് ഇട്ടിരിക്കുന്നു. എന്തെങ്കിലും അടിച്ചിട്ട് ഇത് ചെയ്തിരിക്കുകയാണ്, ഇതാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ശ്രാദ്ധം ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഞങ്ങൾക്ക് പഞ്ചമഹായജ്ഞങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, അതിഥിയജ്ഞം. ഇത് ഞങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കണം. എല്ലാ മനുഷ്യരും അനുഷ്ഠിക്കണം. ബ്രാഹ്മണരെ അനുഷ്ഠിക്കേണ്ടതാണിത്. മനസ്സിലായി? അപ്പോൾ പിതൃയജ്ഞം നിർബന്ധമാണ്. ഞങ്ങൾ ദൈവകാര്യം മുടക്കിയാലും പിതൃകാര്യം മുടക്കരുത്. അവരുടെ തിഥിക്ക് നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടത്തണം. അപ്പൊ ആ പറഞ്ഞ ആളുടെ വീട്ടിൽ, ഇപ്പൊ എൻ്റെ വീട്ടിൽ നടത്തുമ്പോഴത്തേക്കും വാദ്യാര് വരുമ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ, അമ്മേനെ, അപ്പൂപ്പനെ, അമ്മൂമ്മനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വടക്ക് കിഴക്കേ മൂലയിലേക്ക് ഒരു 3 അടി നടക്കണം. എന്നിട്ട് അവരവിടെ നിൽക്കുന്നുണ്ട്, അവരുടെ രൂപം മനസ്സിൽ സങ്കല്പിക്കുക. അവർ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് 3 അടി നടന്നിട്ട് നമ്മളിത് ഗയയിലാണ് നടത്തണത്. വിഷ്ണു പാദമുള്ള സ്ഥലമാണ് ഗയ. അവിടെ തന്നെയാണ് ബുദ്ധൻ ഇതായത്. എന്താണ്, അദ്ദേഹം ബോധപ്രാപ്തനായത് ഈ ഗയയിലാണ്. അപ്പൊ എന്തോ അവിടെ ഒരു എനർജി കണക്ഷൻ ഉള്ള സ്ഥലം. അവിടെയാണ് നമ്മൾ നടത്തണതെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. ഇവരെ മനസ്സിൽ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രസൻസ് അവിടെ കാണണമല്ലോ. 2, ഇവളുടെ അച്ഛൻ കറക്റ്റായിട്ട് ഇതുണ്ടെങ്കിലും എവിടെയൊക്കെ വാടകയ്ക്ക് നിന്നോ അച്ഛന്റെ അമ്മയുടെയും ചടങ്ങ് വീട്ടിൽ കൃത്യമായിട്ട് നടത്തുന്ന ആളാണ്. പുള്ളി തന്നെ ഇത് ചെയ്ത് ആ ഒരു ദൃഢനിശ്ചയമുള്ള ആളാണ്, അത് ചെയ്തിരിക്കണമെന്നൊക്കെ. അപ്പൊ ആ ഒരു ബ്ലെസ്സിങ് ഉള്ള സമയത്ത് തീർച്ചയായിട്ടും അവരുടെ പ്രസൻസ് അവിടെ വേണം. പക്ഷെ ഇങ്ങനെ ഒരു സർനെയിമുള്ള ആൾ ഇതിൽ കൊണ്ട് അഭിപ്രായമായിട്ട് പലരും മനസ്സിലാക്കുന്നില്ല. പിന്നെ ചിലർക്ക് തോന്നാം എന്തുകൊണ്ട് പെൺകുട്ടികൾ, എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് ഇത്രയും തോന്നുന്നില്ല എന്ന്. എല്ലാവരും ലോജിക്കില്ല. പക്ഷേ
ജീവിതം കൊണ്ട് ബ്ലെസ്ഡ് പെൺകുട്ടികളാണ്. ജീവിതം കൊണ്ട് കാര്യം എന്താണെന്നറിയാം, അവര് ഈ ദൈവത്തിന്റെ ഇതിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷനിലാണ് പെൺകുട്ടികളുള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, മനസ്സിലായി. അവര് പല കാര്യങ്ങളിലും അവർക്ക് എന്തൊക്കെയോ പ്രൊട്ടക്ഷൻ അവർക്കുണ്ട് പെൺകുട്ടികൾക്ക്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മാമിന് പെൺകുട്ടികളാകുമ്പോൾ അവരൊരു പ്രായപൂർത്തിയാകുന്ന സമയമുണ്ട് അല്ലേ? ആ സമയത്ത് അവരുടെ ആ വേദന ഇതിനെല്ലാം അവരെ ആശ്വസിപ്പിക്കുന്ന എപ്പോഴും അവരുടെ അമ്മൂമ്മമാരായിരിക്കും. ശരിയാണോ? അതെ. അമ്മമാര് അവരുടേതായ തിരക്കായിരിക്കും, പക്ഷെ അമ്മൂമ്മമാർക്ക് ഒരു സ്പെഷ്യൽ കെയർ വരും. അപ്പൊ ഈ പലപ്പോഴും പെൺകുട്ടികൾ അമ്മൂമ്മമാരെ ആശ്രയിച്ചാണ് ആ വേദന അല്ലെ ആ സമയത്തുള്ള ഇമോഷൻ, ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് അമ്മൂമ്മമാരെ ആശ്രയിച്ചാണ്. അപ്പൊ ഈ അമ്മൂമ്മമാരുടെ ആ ഒരു പ്രസൻസ് അവർക്ക് ശരീരം ഇല്ലെങ്കിലും എപ്പോഴും ഇവരുടെ അടുത്ത് കാണും. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇത് പറയുമ്പോൾ വേറൊരു അനുഭവം ഞാൻ പറയാം.